നെഞ്ചൊലിച്ച് അലന് യാത്രാമൊഴി. കാട്ടാനാക്രമണത്തിൽ മരിച്ച അലനെ കാണാൻ ആശുപത്രി കിടക്കയിൽ നിന്നും അമ്മയെത്തിയത് നൊമ്പരക്കാഴ്ചയായി. അലനോടൊപ്പം കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മ വിജയെ പ്രത്യേക ആംബുലൻസിലാണ് വീട്ടിലെത്തിച്ചത്. നൂറുകണക്കിന് ആളുകളാണ് അലന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത്. ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയില്ല. ഞായറാഴ്ചയുണ്ടായ കാട്ടാനാക്രമണത്തിൽ മരിച്ച അലനെ അവസാന നോക്ക് കാണാൻ ആശുപത്രി കിടക്കയിൽ നിന്നും അമ്മ വിജയെ പ്രത്യേക ആംബുലൻസിലാണ് കൊണ്ടുവന്നത്. അലന്റെ ജീവനെടുത്ത അതേ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിജയെ ഇന്ന് രാവിലെയാണ് മകന്റെ വിയോഗ വാർത്ത അറിയിച്ചത്. ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിൽ കിടത്തി വിജയെ അലന്റെ മൃതദേഹത്തിനരികിലെത്തിച്ചപ്പോൾ നൊമ്പര കാഴ്ചയായി. നൂറുകണക്കിന് ആളുകളാണ് അലന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത്. പണി പൂർത്തിയാകാത്ത വീടിനു മുന്നിൽ അലന്റെ ജീവനറ്റ ശരീരം എല്ലാവരുടെയും വേദനയായി. അലന്റെ സ്വപ്നമായിരുന്നു ഈ വീട്. കാട്ടാനാക്രമണം തടയാൻ ശക്തമായ നടപടികൾ വേണമെന്ന ജനപ്രതിനിധികൾ. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനകത്ത് മനുഷ്യന് അനുകൂലമായ ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാരോ അതിന് സമ്മർദ്ദം ചെലുത്തുവാൻ സംസ്ഥാന സർക്കാരോ തയ്യാറാകാത്തെന്നുള്ള പ്രസക്തമായ ചോദ്യമല്ലേ. ഇനി സംസ്ഥാന സർക്കാർ എന്താ ചെയ്യുന്നത്? നമ്മളൊരു മരണ വീട്ടിൽ നിന്നിട്ട് കുറ്റം പറയുകയാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ കുറ്റം പറയാതെ എന്താ ചെയ്യുക? ഇതിപ്പോൾ ഈ പ്രദേശത്ത് തന്നെ 5ാമത്തെ മരണമാണ്. മൈലംപുള്ളിയിലെ ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.